ഹായ്. ചെറിയൊരു മങ്ങലുണ്ടാവും കേട്ടോ. നമ്മുടെ ഫോൺ നാളെ കിട്ടുള്ളൂ. അപ്പം ആദൂട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? 3-4 ദിവസമായില്ലേ നമ്മളിങ്ങനെ ഒന്ന് വന്നിരുന്നു വർത്താനമൊക്കെ പറഞ്ഞിട്ട്. 3-4 ദിവസമായിട്ട് നമുക്ക് ലോങ് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ലോങ് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. അമ്മ ഭയങ്കര തിരക്കിലായിപ്പോയില്ലേ ആദൂട്ടി? അമ്മ ഭയങ്കര തിരക്കിലായിപ്പോയി കേട്ടോ. അപ്പം അതുകൊണ്ട് ലോങ് വീഡിയോ ഒന്നും 3-4 ദിവസമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വിചാരിച്ചു എല്ലാവരുമായിട്ട് കുറച്ച് നേരം അങ്ങ് ഇരുന്ന് സംസാരിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുവാണ് കേട്ടോ. ഭയങ്കര ചൂടുമാണ്, ഭയങ്കര വെയിലാണ്, എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നു. നമുക്ക് അട്ടപ്പാടിക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫിസിയോതെറാപ്പിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞുമാവ് ഒരുങ്ങി നിൽക്കുവാണ്. ആദൂട്ടിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ആദൂട്ടി നല്ല സുഖമായിട്ട് മിടുക്കം കുട്ടനായിട്ടിരിക്കുന്നു. നല്ല മിടുക്കനായിട്ടിരിക്കുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറേ ദിവസമായിട്ട് ചെറിയ ചെറിയ വയ്യായികളും ചേട്ടൻ്റെ വയ്യായികയും പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ തെറാപ്പി എല്ലാം മുടങ്ങിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് വീണ്ടും പോകാൻ തുടങ്ങുവാണ്. ഇപ്പോൾ സമയം 9:45 ഉള്ളൂ. 10:15 നമുക്ക് ഇറങ്ങണം കേട്ടോ. ഞാൻ വിചാരിച്ചു അതിനു മുമ്പ് നമുക്കൊരു ലോങ് വീഡിയോ എടുത്ത് വെച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അതിനുള്ള സമയമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമൊന്നും ഇല്ല. അതുകൊണ്ട് വർത്താനം പറഞ്ഞ് എല്ലാം പറയാനൊക്കെ തുടങ്ങി. ഇനി അമ്മേൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. എല്ലാവരോടും എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്കേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ദിവസം ലോങ് വീഡിയോ ഇല്ലാതിരുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ നല്ല ഫോണാണ്. ആ ഫോണ് ഇത് ടച്ചിൻ്റെ ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ നന്നാക്കാൻ കൊടുത്താണ് കേട്ടോ. അവർ കമ്പനി കൊണ്ടുപോയി, തിരിച്ച് കമ്പനി കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്കൊരു ലോങ് വീഡിയോ എടുക്കാനൊരു തൃപ്തി വരുന്നില്ല. ഇതിലൊരു കളറില്ലാത്തതുകൊണ്ട് ഒരു തൃപ്തി വരുന്നില്ല. അതാണ്. പിന്നെ എന്നാലും ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് വിടാമെന്ന്. കാരണം ആദ്യം തൊട്ട് നമ്മൾ ഈ വീഡിയോയിലാണ്, ഇതിലാണ് നമ്മളെല്ലാം എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇത്രയും കളറിലാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. എന്നാലും എനിക്ക് എടുക്കാമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഹോസ്പിറ്റൽ കേസിൻ്റെ നീണ്ട നേരം നമുക്ക് വന്നുകൊണ്ടിരുന്നത് കേട്ടോ. ഹോസ്പിറ്റലിൽ എനിക്ക് ആശുപത്രി കാണിക്കണമായിരുന്നു, നമ്മുടെ ഉണ്ണിച്ചേട്ടന് കാണിക്കണമായിരുന്നു. എനിക്ക് ആശുപത്രി കാണിച്ചു, കുഴപ്പമൊന്നുമില്ല. മരുന്ന് തന്നിട്ടുണ്ട്, 1 മാസത്തിലെടുത്ത് മരുന്ന് തന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടന് ചൂട് കാരണം കേട്ടോ. രാവിലെ ഉണ്ണിക്കുട്ടന് മരുന്ന് മേടിച്ചു. ഇന്നലെ മരുന്ന് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടന് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി കേട്ടോ. ഉണ്ണിക്കുട്ടന് എന്നെ അറിയാവുന്ന എൻ്റെ കുറച്ച് പേർക്ക് അറിയാം കേട്ടോ. എൻ്റെ ശ്രീജമ്മ, മഹേഷേട്ടൻ, രാജീവ്, എൻ്റെ ഷിത, ഷൈനി ചേച്ചി, അങ്ങനെ ഞാനായിട്ട് ഡെയിലി സംസാരമുള്ള കുറച്ച് പേർക്കറിയാം. ഉണ്ണിക്കുട്ടന് വീണ്ടും വയ്യാതായിരുന്നു. ഉണ്ണിക്കുട്ടനെ ഒരു ദിവസം ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു, ഞായറാഴ്ചയില്ല, കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ണിക്കുട്ടന് വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നു. ഉണ്ണിക്കുട്ടൻ ഒന്ന് സൈക്കിൾ ചവിട്ടാൻ പോയായിരുന്നു. ഒന്ന് സൈക്കിൾ ചവിട്ടിയായിരുന്നു. ഒന്ന് ചവിട്ടിയുള്ളൂ കേട്ടോ. പക്ഷെ അതിൻ്റെ അല്ല വേദന വന്നത്. ആൾക്ക് വീണ്ടും എന്തോ വേദന വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ വൈകുന്നേരം 7 മണിക്ക് പോയിട്ട് അവർ ട്രിപ്പ് ഇട്ട് കിടത്തിയിട്ട് അന്ന് ഉണ്ണിക്കുട്ടനെ അവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഡോക്ടറെ വിളിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞുവാവയുണ്ട്, എനിക്കിങ്ങനെ വന്ന് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിൽക്കാൻ പറ്റത്തില്ലാത്തതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, വെള്ളിയാഴ്ച നിങ്ങൾ കൊണ്ടുവന്ന് സർജനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉണ്ണിക്കുട്ടൻ ട്രിപ്പൊക്കെ ഇട്ട് വന്നു. ഫുഡ് കഴിച്ചു. അന്ന് ഒരു ഫുഡും കഴിക്കരുതെന്നാട്ടോ പറഞ്ഞത്. പിന്നെ ഉണ്ണിക്കുട്ടൻ ഫുഡ് കഴിച്ചു. പിന്നെ അന്നേരമൊക്കെ വേദനയൊക്കെ കുഞ്ഞ് കയറി കിടന്നു കേട്ടോ. കയറിയൊക്കെ കിടന്നു കഴിഞ്ഞ് പിന്നെ ബുധനാഴ്ച ആശുപത്രിയിൽ പോയി. വ്യാഴാഴ്ച ആശുപത്രിയിൽ പോയി. വ്യാഴാഴ്ച വൈകുന്നേരം വീണ്ടും വയ്യാതായി. വെള്ളിയാഴ്ച അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു, ദിവസം ഓർക്കുന്നില്ല. എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ആശുപത്രി പോവാണ്. ആശുപത്രി ചെന്ന് നമ്മൾ സർജനെ കണ്ടു. സർജനെ കണ്ടു കഴിഞ്ഞപ്പോൾ സർജൻ പറഞ്ഞു, ഉണ്ണിക്കുട്ടനെ വയറ്റിൽ അപ്പൻഡീസിൻ്റെ ഒരു മാറിയ ലക്ഷണമാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഇൻഫെക്ഷനൊന്നും നമ്മൾ ടെസ്റ്റ് ചെയ്തതിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് വീണ്ടും നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് തന്നു. എന്നിട്ട് പറഞ്ഞു വയറ്റിൽ ചെറിയ കഴല പോലെ എന്തോ ആണെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. ചെറിയ ചെറിയ കുരുക്കൾ പോലെ എന്തോ ആണെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്നലെ പോയി സ്കാൻ ചെയ്തു. ഇന്നലെ സ്കാൻ ചെയ്തപ്പോഴും ചെറിയ എന്തോ ഒരു കഴൽ പോലെ ആണ് അവർ സ്കാനിങ്ങുകാർ പറഞ്ഞു. ഇനിയിപ്പം ഉണ്ണിക്കുട്ടൻ വെള്ളിയാഴ്ചയാണ് നമുക്ക് കാണിക്കേണ്ടത്.
വെള്ളിയാഴ്ച പോയി കഴിയും പറയാം കേട്ടോ എന്താ പറയുന്നത്. വെള്ളിയാഴ്ച ഉണ്ണിക്ക് 7 ദിവസത്തേക്കുള്ള മരുന്നാണ് കൊടുത്തത്. അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ പോകണം. അപ്പോൾ അവന് ചുമ്മാ ക്ലാസ് ഇത്രയും ദിവസം ലീവ് ആക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഉണ്ണിക്കുട്ടിന് വേദനയും കാര്യങ്ങളൊന്നുമില്ല. ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ല. എൻ്റെ ഉണ്ണിക്കുട്ടൻ നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഉണ്ണിക്കുട്ടൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അടുത്തൊരാൾക്ക് പനി തുടങ്ങിയത് കേട്ടോ. ഭയങ്കര ജലദോഷവും പനി. ആൾ പിന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അല്ലേ മോളൂസ് ഇവിടെ ഉണ്ട് കേട്ടോ. എന്നാൽ ജലദോഷം തുമ്മലും ആയതുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റിയല്ല. സ്കൂളിൽ അവരങ്ങനെയുള്ളവർ എടുക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് മാളും ഇവിടെ തന്നെയുണ്ട്. പിന്നെ ആദൂട്ടിയുടെ അച്ഛൻ പോയി. അച്ഛൻ മരുന്ന് മേടിച്ച് ഞങ്ങളെ ഇങ്ങോട്ട് കയറ്റി വിട്ട് അച്ഛൻ ആ വഴി പോയായിരുന്നു. അല്ലേ അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ജോലിക്ക് കയറി. അച്ഛൻ എന്നും വീഡിയോ കോൾ ആദൂട്ടിനെ വിളിക്കാറുണ്ട്. ആദൂട്ടിൻ്റെ സുഖം അന്വേഷിക്കാറുണ്ട്. അസുഖമൊക്കെ വാവേനെ എല്ലാം അന്വേഷിക്കാറുണ്ട്. വീഡിയോ കോളൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെയാണ് കേട്ടോ ആദൂട്ടിയുടെ വിശേഷം. അപ്പോൾ ഇത്രയും തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഞങ്ങളെപ്പോലെയുള്ള അമ്മമാരൊക്കെ സമയത്തിന് വില വെച്ച് ജീവിക്കുന്നവരായിരിക്കും. ഇതിപ്പം ഉണ്ണിക്കുട്ടനും കൂടി അസുഖം വന്നതുകൊണ്ട് എനിക്ക് ഒന്നിനും ഒരു സമയമില്ലാത്ത പോലെ ആയിപ്പോയി കേട്ടോ. ഒന്നിനും ഒരു സമയമില്ലാത്തൊരു അവസ്ഥ എനിക്കായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഒന്നും ആയിട്ട് വരാതിരുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഒരു വീഡിയോ ആയിട്ട് വരാതിരുന്നത്. കാരണം എനിക്ക് ഇവരുടെ കാര്യത്തിലേക്ക് വീഡിയോ എടുക്കാനും പിന്നെ എല്ലാത്തിനും കൂടി ഒരു ശ്രദ്ധ എനിക്ക് കിട്ടിയില്ല. മനസ്സിനൊരു സമാധാനം ഉണ്ടായില്ലേ നമ്മൾ വീഡിയോ എടുത്തിട്ട് കാര്യമുള്ളൂ. പക്ഷേ ഉണ്ണിക്കുട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പം നല്ല സമാധാനമാണ് കേട്ടോ. ഉണ്ണിക്കുട്ടിൻ്റെ കാര്യത്തിൽ നല്ല സമാധാനമാണ്. ആളെ ഓക്കെ ആയി വരുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ്. എല്ലാവരും എന്നെ ആദൂട്ടീനെയൊക്കെ എന്നും കാണുന്നില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാനിങ്ങനെ ഓടി നടക്കുന്നപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ആദൂട്ടിക്കും ഉണ്ണിക്കുട്ടനും എല്ലാവർക്കും വേണ്ടി. അതുകൊണ്ടാണല്ലോ വലിയൊരു കാര്യം ഒരു ഇച്ചിരി ഇതിൽ പോയത്. അതുകൊണ്ട് മനസ്സിനൊരു സമാധാനമാണ്. ഉണ്ണിക്കൂടെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. പിന്നെ ജലദോഷം വന്ന് കിടക്കുന്നതാണ്. അത് കുഴപ്പമില്ല, ജലദോഷമല്ലേ, അതങ്ങ് മാറിക്കോളൂ കേട്ടോ അല്ലേ. അതുകൊണ്ട് ആണ് അതൊക്കെയായിരുന്നു നമ്മുടെ തിരക്കിട്ട ജീവിതമായിരുന്നു 3-4 ദിവസം കേട്ടോ. ഒന്നിനും സമയം തികയാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. ആദൂട്ടീനെ കൊണ്ടാണ് പോയത്. മാളുകൊച്ചിന് ജലദോഷം ആയതുകൊണ്ട് ഇവിടെ ഏൽപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ആദൂട്ടീനെ കൊണ്ടാണ് കേട്ടോ ഡെയിലി ഞാൻ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ഈ ആദൂട്ടീനെ എടുത്തിട്ടുള്ള പോക്കും തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പൊടി അനങ്ങാൻ പറ്റില്ല കേട്ടോ. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായിരിക്കും. പിന്നെ ആദൂട്ടി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ബാബാന്നും പറഞ്ഞങ്ങ് കരച്ചിൽ തുടങ്ങും കേട്ടോ. നിർത്തിയാലേ പുറത്ത് പോയാൽ അങ്ങനെ ഒരു ഇതുണ്ട്. ഭയങ്കര അലമ്പാണ് പുറത്ത് പോയാലേ. ചുമ്മാ കിടന്ന് കരയും. എന്നിട്ട് ആ ലോകം മൊത്തം ഞാൻ കുഞ്ഞുവാവനെ എടുത്ത് കാണിക്കണം. അങ്ങനെ ഒന്നിച്ച് നടത്താൻ പറ്റുമോ? ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എല്ലാവരും എടുത്തോണ്ട് പോയി കാണിക്കുമായിരുന്നു. എനിക്ക് ഇപ്പം അങ്ങനെ പറ്റിയല്ല. അതുകൊണ്ട് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന ആദൂട്ടിക്ക് ഇഷ്ടമല്ല. പരമാവധി ഞാൻ ആദൂട്ടീനെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോവുകയില്ല. കാരണം ഇപ്പം നമുക്ക് നിപ്പയിൽ ഒരാൾ അട്ടപ്പാടി വഴി സഞ്ചരിച്ചു എന്നൊക്കെ പറഞ്ഞ ന്യൂസുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ ആദൂട്ടീനെ പരമാവധി എല്ലായിടത്തും കൊണ്ടാകാതെ ഒഴിവാക്കുവാണ്. പക്ഷേ എനിക്ക് ഉണ്ണിക്കുട്ടനെ കാണിക്കുകയും വേണം. ആദൂട്ടീനെ കൊണ്ടാകാതിരിക്കാനും പറ്റിയല്ല. വേറെ ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പം കാണിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അല്ലേ. അതുകൊണ്ടല്ലേ അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഇല്ലാതിരുന്നത്. എന്നാലും ഒരുപാട് പേര് വന്ന് നമ്മളെ അന്വേഷിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഒക്കെ വലിയൊരു താങ്ക് യു കേട്ടോ. നമ്മുടെ കുടുംബത്തിനോട് താങ്ക് യു ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് ആദൂട്ടിക്കും അമ്മയ്ക്കൊക്കെ അറിയാം. എന്നിട്ട് നമ്മുടെ കുടുംബമല്ലേ, എൻ്റെ കുടുംബമാണ് കേട്ടോ. എനിക്ക് എന്തുണ്ടായാലും ഇപ്പം നിങ്ങളോട് വന്ന് പറയാം, സംസാരിക്കാം. അതിലേക്ക് എനിക്കൊരു ഒരുപാട് സമാധാനമാണ്. ഈ മഴക്കാലത്ത് ചൂടെടുക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പറയലുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ആദൂട്ടിനെ ഒന്ന് കാണിച്ച് ഇച്ചിരി നേരം ഇരുന്ന് വർത്താനം പറഞ്ഞാലും ഞങ്ങൾക്ക് വീഡിയോ ആയിട്ട് മതി എന്നൊക്കെ. പക്ഷേ എനിക്കതൊരു ഇടയ്ക്കൊരു കോള് വന്നു കേട്ടോ. കോള് വന്നിട്ടൊന്ന് നിർത്തേണ്ട വന്നു വീഡിയോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്തില്ലായിരുന്നു. ആദൂട്ടിനെ അവിടെ കിടത്തിയേക്ക് വേണം കേട്ടോ, തെറാപ്പിക്ക് പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 3-4 ദിവസമായില്ലേ നമ്മൾ വന്നിട്ട്. അതിൻ്റെ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദൂട്ടി അമ്മയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.